ഹായ് ഹലോ, നമുക്കിന്ന് ഈസി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. പഴം വെച്ചാണ് കേട്ടോ ഇത് റെഡിയാക്കാൻ പോകുന്നത്. അതിനായി 5 നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തേങ്ങ, കാഷ്നട്ട്, കിസ്മിസ്, 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ നമുക്ക് പഴം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ നമുക്ക് പഴം നിറവ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ആദ്യം തന്നെ മൈദയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും അല്പല്പമായി ചേർത്ത് നമുക്ക് പഴംപൊരിയുടെ മാവിൻ്റെ രൂപത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. പഴനിറവ് 2 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. മാവിൽ മുക്കി പൊരിച്ചിട്ടും ഉണ്ടാക്കാം, അതുപോലെ മുക്കി പൊരിക്കാതെയും ഉണ്ടാക്കാം. ഞാൻ മാവിൽ മുക്കി പൊരിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം, പഴത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്. അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം ചെറുതായി കട്ട് വെച്ച അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നതിന് ശേഷം മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് ചൂടായതിന് ശേഷം സ്റ്റൗവിൽ നിന്നും മാറ്റാം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ പഴം നടുവായിട്ട് കീറിയിട്ട് 2 തലയും കീറണ്ട കേട്ടോ. നടുവിൽ മാത്രമായിട്ട് കീറിയതിന് ശേഷം വിരൽ കൊണ്ട് ഇങ്ങനെ അടർത്തിയാലും മതി. അപ്പോൾ ഉള്ളിൽ നല്ല ഗ്യാപ്പായിട്ട് കിട്ടും. ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ ഫില്ലിങ് വെച്ച് നിറച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ല അമർന്നതിൽ നിന്നോളും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ പഴങ്ങളും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് റെഡിയാക്കിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ പഴത്തിൻ്റെ 2 തലയും കീറരുത് കേട്ടോ. നടുവിൽ മാത്രം ഇതുപോലെ കീറലിട്ട് ഫില്ലാക്കിയെടുത്താലും മതി. ഇനി ഇത് ഫില്ലിങ്ങിൻ്റെ മുകളിൽ മാത്രം മാവ് ആക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിലും പൊരിച്ചെടുക്കാം കേട്ടോ. പഴമെല്ലാം ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടാവാനായി ഒരു ചീനച്ചട്ടി വെച്ചെടുക്കാം. ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച പഴം മുഴുവനായിട്ട് മാവിൽ മുക്കി പഴത്തിൻ്റെ എല്ലാ ഭാഗവും മാവിൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചോട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ എണ്ണയിലിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല പഴുത്ത പഴം വെച്ചിട്ട് വേണം നമ്മുടെ പഴം നിറവ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മുഴുവൻ പഴങ്ങളും മാവിൽ മുക്കി കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഫ്രൈ ആക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. പഴം പഴുത്ത് ഓവർ പഴുപ്പൊക്കെ ആവുന്ന രീതിയിൽ വീട്ടിലുണ്ടാവില്ലേ, ആ ടൈമിലൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കണേ. ഇത്ര പണിയുള്ളൂ. നമ്മുടെ എല്ലാ പഴങ്ങളും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്.